ഈ കാലത്ത് കുടുംബം ഒരു അനാവശ്യമാണ് എന്ന വാദഗതിയുണ്ട്. വിവാഹം കഴിക്കാതെ മക്കളെ ദത്തെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അതുപോലെ ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ കുടുംബം അനാവശ്യമാണ് എന്നാണോ തെളിയിക്കുന്നത്? കുടുംബം ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് മനുഷ്യൻ്റെ തീരുമാനപ്രകാരമല്ല. ഇന്നും ഒരു കുട്ടി ജനിക്കുന്നത് ആ കുട്ടിയുടെ തീരുമാനപ്രകാരമല്ലല്ലോ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവമാണ് മനുഷ്യന് ഒരു കുടുംബവും സ്ഥാപിച്ചത്. ദൈവം സ്ഥാപിച്ച ഒരു വ്യവസ്ഥയാണ് കുടുംബം. അല്ലാതെ മനുഷ്യൻ കണ്ടുപിടിച്ചതോ മനുഷ്യന് കുറച്ച് അറിവുണ്ടായപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾക്ക് ആസൂത്രണം ചെയ്യാം എന്ന് ആരെങ്കിലും തീരുമാനിച്ചതോ അല്ല. ദൈവം വെച്ച വ്യവസ്ഥയാണ് കുടുംബം. ഈ കുടുംബം സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിലുടനീളം നമുക്ക് കുടുംബത്തെ കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ശാസ്ത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, സാംസ്കാരികമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിലും കുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്നു. ഇന്ന് കുടുംബ വ്യവസ്ഥ വേണ്ട എന്ന് പറഞ്ഞ് കുടുംബജീവിതം വേണ്ട, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നത് ആണും ആണും തമ്മിൽ അല്ലെങ്കിൽ പെണ്ണും പെണ്ണും തമ്മിലാണ് എന്നൊക്കെ പറയുന്നവർ ദൈവം വെച്ച വ്യവസ്ഥയോട് മറുതലിക്കുകയാണ് എന്ന കാര്യത്തിന് സംശയമില്ല. മാത്രമല്ല, കുടുംബജീവിതം കൊണ്ട് സാധിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത്തരം ബന്ധങ്ങളിലൂടെ സാധിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതം ദൈവം വെച്ച വ്യവസ്ഥയാണ്. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം വെച്ചതാണ്. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അനിവാര്യമാണ് താനും. വ്യക്തികൾ ചേർന്നതാണ് സമൂഹം. അതുകൊണ്ട് സമൂഹത്തിൽ കുടുംബം അത്യാവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. വ്യക്തികൾ ചേരുന്നതാണ് സമൂഹം എന്ന് ജനാധിപത്യത്തിൽ ആളുകൾ പറയും. കാരണം ഓരോരുത്തരുടെയും വോട്ടാണല്ലോ, കുടുംബത്തിൻ്റെ വോട്ടല്ലല്ലോ. അപ്പം അതുകൊണ്ട് സമൂഹം എന്ന് പറയുന്നത് വ്യക്തികൾ ചേർന്നതാണ് എന്ന് പറയും. എന്നാൽ ഈ വ്യക്തികൾ ഇവിടെ നിന്ന് വന്നു. ഈ വ്യക്തികൾ വന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പോൾ കുടുംബങ്ങളില്ലാതെ വ്യക്തികളില്ല. ഒരു വ്യക്തി ജനിക്കുന്നത്, ഒരു ശിശു ജനിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. കുടുംബത്തിൽ ജനിച്ച ഈ ശിശു ഉടൻ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയല്ല. മറിച്ച് വളരെ നാളുകൾ, നമുക്കറിയാം, ഒരു പക്ഷേ 18 അല്ലെങ്കിൽ 20 വർഷം കുടുംബത്തിൽ താമസിച്ചതിന് ശേഷം, കുടുംബത്തിൽ നിന്ന് പരിശീലനം ലഭിച്ചതിന് ശേഷം ആണ് സമൂഹത്തിൽ തന്നെ ജീവിക്കുവാൻ ഒരു വ്യക്തി പ്രാപ്തനാകുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് തികച്ചും മൗഢ്യമായൊരു വാദഗതിയാണ്. കുടുംബമാണ് വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. ഇനി മറ്റൊരു കാര്യം, ഒരു വ്യക്തി സമൂഹത്തിൽ പെരുമാറണം എന്ന് എങ്ങനെയാണ് പഠിക്കുന്നത്? കുടുംബത്തിലാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരാൾ ജനിച്ച ഉടനെ സമൂഹത്തിലേക്കല്ല പോകുന്നത്. അവനെ സ്നേഹിക്കുന്ന അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമുള്ള കുടുംബത്തിലാണ് അവൻ വളരുന്നത്, അല്ലെങ്കിൽ അവൾ വളരുന്നത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന കാര്യം ആദ്യം പഠിക്കുന്നത് കുടുംബത്തിലാണ്. അത് പഠിക്കാതെ നേരിട്ട് സമൂഹത്തിലേക്ക് വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് ഇപ്പോൾ പല രാജ്യങ്ങളിലും പല സംസ്കാരങ്ങളിലും ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ട് പ്രാഥമികമായ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. സമൂഹത്തിൻ്റെ അടിത്തറ കുടുംബമാണ് എന്ന് പറയുന്നത്. തകർന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന പലരും സമൂഹത്തിലുണ്ടല്ലോ. ഉണ്ട്. അപ്പം അവർക്ക് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്നാണോ? അതൊരു നല്ല ചോദ്യമാണ്. തകർന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വ്യക്തികളല്ലെന്നോ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധ്യതയില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിർഭാഗ്യവശാൽ പല ആളുകളും തകർന്ന കുടുംബത്തിൽ നിന്നും വന്നവരാണ്. ചില ആളുകൾ മാതാപിതാക്കളില്ലാതെ വളർന്നവരുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ പാരൻസ്, അമ്മയോ അല്ലെങ്കിൽ അപ്പനോ മാത്രമേ ഉള്ളൂ, അങ്ങനെ വളർന്നവരുണ്ട്. ദൗർഭാഗ്യകരമാണ്.
അങ്ങനെയുള്ളവരുടെ കാര്യം. അവർക്കൊന്നും സമൂഹത്തിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഒരു കുടുംബത്തിൽ വളർന്നില്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് അതിൻ്റേതായ ചില വൈകല്യങ്ങൾ ഉണ്ടാകും. ആ കാര്യത്തിൽ സംശയമില്ല. നമ്മിൽ പലരും ഈ ക്രൈം ചാനലുകൾ കാണാറുണ്ട്. ഡിസ്കവറി ചാനലിലും അതുപോലെയുള്ള മറ്റ് പല ചാനലുകളിലും കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരിപാടികൾ ഉണ്ട്. ഞാനത് പലതും കണ്ടിട്ടുണ്ട്. ക്രൈം സ്റ്റോറീസ് അതിൽ സീരിയൽ കില്ലേഴ്സായിട്ടുള്ള ആളുകളുണ്ട്, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അവരുടെ കഥ അവർ പറയും. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. ഞാൻ കണ്ടിട്ടുള്ള ഇത്തരം കഥകളിൽ, കുറ്റവാളികളുടെ കഥകളിൽ 90% ഒരു തകർന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം തകർന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവർ, മാതാപിതാക്കളില്ലാത്ത എല്ലാവരും കുറ്റവാളികളാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും ശരിയല്ല. എന്നാൽ തകർന്ന കുടുംബങ്ങൾ സമൂഹത്തിലുള്ള കുറ്റവാസനയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിന് സംശയമില്ല. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ പാശ്ചാത്യ സംസ്കാരത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതിൻ്റെ പരിണിതഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിവാഹബന്ധങ്ങൾക്ക് വളരെ വില കുറവാണ്. 50% വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. അതിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഷെയർഡ് പാരൻറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിച്ചു, അതിൽ കുട്ടിയുണ്ടായി, അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞു, അവർ രണ്ടുപേരും വേറെ 2 ആളുകളെ കല്യാണം കഴിച്ചു, അതിൽ മക്കളുണ്ടായി. അപ്പോൾ ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ ആരുടെ സംരക്ഷണയിലാണ് വളരേണ്ടത്? പൈസ കൊടുക്കാൻ ആളുണ്ട്, അത് കോടതി വിധി അങ്ങനെയാണല്ലോ, പൈസ കൊടുക്കണമെന്നാണ്. പക്ഷേ അവരുടെ കാര്യം ആര് നോക്കും എന്നുള്ള ഒരു സ്ഥിതി വരും. അങ്ങനെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ കയ്യിലുള്ള പണം കൊണ്ടും വസ്തുവകകൾ കൊണ്ടും കുട്ടികളുടെ സ്നേഹം, പ്രതിപത്തി സമ്പാദിക്കാൻ ശ്രമിക്കും. കാരണം കോടതിയിലൊക്കെ കുട്ടി എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണം അല്ലെങ്കിൽ എനിക്ക് അമ്മയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അവന് ബ്രൈബ് ചെയ്യുകയാണ്. ഈ പണം സൗകര്യം അവൻ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് അവനെ കൊണ്ട് എനിക്കനുകൂലമായത്, അപ്പനും ചെയ്യും അമ്മയും ചെയ്യും, അനുകൂലമായി ഒരു വിധി സമ്പാദിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവർ ശ്രമിക്കുന്നത് ഈ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കാമെന്നാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികളെ സ്വാധീനിക്കാൻ ചെറിയ കാര്യങ്ങൾ കൊടുത്താൽ മതിയല്ലോ. അവർക്ക് ഇതിൻ്റെ ഗുരുതരം ഗൗരവം മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ അവരെ സ്വാധീനിച്ച് അവർക്കിഷ്ടമുള്ളതൊക്കെ കൊടുത്ത് അപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ അവരോടൊപ്പം നിർത്താൻ ശ്രമിക്കുന്നു. ഇത് അവരോടൊപ്പം നിർത്താൻ വേണ്ടി മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും. ഇപ്പോൾ എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ കുട്ടിയുടെ കാര്യം എന്താവും? അപ്പോൾ കുട്ടിയോടുള്ള സ്നേഹം കാണിക്കുന്ന, കുട്ടിക്ക് ആവശ്യമുള്ളത് എന്ന് തോന്നുന്നതെല്ലാം കൊടുക്കുകയാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഭൗതികമായ കാര്യങ്ങൾ മാത്രം കൊടുക്കുകയാണ്. ഈ തകർന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് ശരിക്കും കുടുംബത്തിൽ സ്നേഹമോ കരുതലോ പരിപാലനമോ ലാളനയോ ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് എന്നാണോ അതിൻ്റെ? അതല്ല അതിൻ്റെ അർത്ഥം. കാരണം അവർക്ക് ലഭിക്കുന്ന പരിഗണനയും ലാളനയും സ്നേഹവും എല്ലാം പലപ്പോഴും ഒരു അൾട്ടീരിയർ മോട്ടീവിലാണ്. ഞാൻ വിശദീകരിക്കാം. ഒരു കുട്ടിയെ മാതാപിതാക്കൾ വളർത്തുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവരെന്ത് ചെയ്യും? ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവനെ കറക്റ്റ് ചെയ്യും. അല്ലെ, നീ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത്, അങ്ങനെയല്ല നമ്മൾ ആളുകളെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഞാൻ ഈ കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് അവനെ കറക്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം ഞാൻ അവനോട് നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ, എന്നാൽ ഞാൻ മറ്റേ ആളുടെ കൂടെ പോവുകയാണ് എന്നവൻ പറഞ്ഞാലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് മാറും. അപ്പോൾ ശരിയായ ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് ഈ ഡിസിപ്ലിനിങ്ങിനും അതുപോലെ ശിക്ഷണം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത്. അവരൊരു കാര്യത്തിൽ, ഒരു നല്ല കാര്യത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ ശരിയായ സ്നേഹം ആവശ്യമാണ്. ഒരു വീട്ടിൽ ഒരു അതിർത്തിയും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം
അവിടെ സ്നേഹമില്ലെന്നാണ്. സ്നേഹമുണ്ടെങ്കിൽ അതിർത്തികളുണ്ട്. ഇത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കുടുംബ ബന്ധത്തിലും അത് വാസ്തവമാണ്. സ്നേഹത്തോടെയുള്ള അതിർവരമ്പുകൾ തീർച്ചയായിട്ടും. നമ്മൾ താമസിക്കുന്ന നമ്മളൊരു സമൂഹത്തിൽ ആയിരിക്കുമ്പോഴും, ഒരു കുടുംബത്തിലായിരിക്കുമ്പോഴും, ഒരു ഓഫീസിലാണെങ്കിലും അവിടെയൊക്കെ ചില അതിർവരമ്പുകളുണ്ട്. ആരോഗ്യകരമായ അതിർവരമ്പുകൾ. അത് നമുക്കൊരു സെക്യൂരിറ്റിയാണ് നൽകുന്നത്, അല്ലാതെ നമ്മളെ അത് ത്രെട്ടൻ ചെയ്യുകയോ നമുക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു അതിർത്തി ഇല്ലാത്ത കുടുംബങ്ങൾ, അതിർത്തികളെ ബഹുമാനിക്കാത്ത ആളുകളെയാണ് സമൂഹത്തിലേക്ക് അയക്കുന്നത്. അവർ സമൂഹത്തിൽ ചെല്ലുമ്പോൾ ഇന്ന് വരെ അവൻ ചോദിച്ചതൊക്കെ അവന് കിട്ടി. അവൻ എന്താഗ്രഹിച്ചാലും അത് അവന് കിട്ടി. കാരണം അവൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളാണ് അത് ചെയ്തത്. എന്നാൽ സമൂഹത്തിൽ അയൽപക്കത്തുള്ള ഒരുത്തൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൻ്റെ കയ്യിലുള്ള സാധനം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ, കിട്ടിയില്ലെങ്കിൽ ഞാനിത് എടുക്കും എന്നൊരു മനോഭാവത്തിലേക്ക് അവർ മാറുന്നു. അങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു കുടുംബം ഇല്ലെങ്കിൽ സമൂഹത്തിൽ കുറ്റവാസന വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. ഒരു കുടുംബം ഒരാൾക്കുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ അയാളുടെ കുടുംബത്തേക്ക് പോകുന്നു. അതാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ. നമ്മൾ വീട്ടിൽ ചെന്ന് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്നത്, നമ്മൾ പുറത്തിട്ടിരുന്ന ആ ഉടുപ്പ് മാറും. വീട്ടിൽ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള, നമുക്ക് ഏറ്റവും സുഖമുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പാണ് നമ്മൾ എടുത്തിടുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക വേഷം ധരിച്ച് ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, തെളിയിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ പറയും, യു ക്യാൻ ബി യുവർ സെൽഫ്. അപ്പോൾ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മുഖംമൂടി ഇല്ലാതെ അവൻ എങ്ങനെയായിരിക്കുന്നോ അല്ലെങ്കിൽ അവൾ എങ്ങനെയായിരിക്കുന്നോ അതുപോലെ കുടുംബത്തിൽ പെരുമാറാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. മനുഷ്യൻ ഏകനായിരുന്നു നന്നല്ല, അതുകൊണ്ട് അവനൊരു കൂട്ടാളിയെ ഉണ്ടാക്കി, ഒരു സ്ത്രീയെ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വായിക്കും. തക്ക തുണ ഉണ്ടാക്കി കൊടുത്തതായിട്ട് വായിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലാത്തവനും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വസ്ത്രമില്ലാത്തതാണ്, അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് രണ്ടു പേർക്കും ഒരു മുഖംമൂടിയും മറവുമില്ലാതെ പരസ്പരം സമയം ചെലവഴിക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു മുഖംമൂടിയും ഇല്ലാതെ, യാതൊരു അഭിനയമില്ലാതെ ജീവിക്കാൻ സാധിക്കും. റിയൽ ലൈഫ്. അവിടെ നമ്മൾ തമിഴിൽ ഒരു വാക്കുണ്ട്, നുണ പറയുന്നതിന് റീൽ വിടാതെ. ഇപ്പോൾ ആ റീലാണല്ലോ നമ്മൾ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിത്യജീവിതത്തിൽ റീലിൻ്റെ ആവശ്യമില്ല, റിയാലിറ്റിയാണ്. കുടുംബത്തിൽ വി ക്യാൻ ഫേസ് റിയാലിറ്റി, യു ക്യാൻ ബി റിയൽ. അതാണ് ഏറ്റവും വലിയൊരു നേട്ടം. അത് വലിയൊരു നേട്ടമാണ്. ഈ മുഖംമൂടി അണിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെൻഷനുള്ള പരിപാടിയാണ്. കാരണം ഈ മുഖംമൂടി എപ്പോൾ അഴിഞ്ഞ് വീഴും എന്ന ഭയം, ആരെങ്കിലും എൻ്റെ ശരിക്കുള്ള മുഖം കാണുമോ എന്ന ഭയം. ഈ ഭയത്തിലാണ് മുഖംമൂടി വയ്ക്കുന്ന എല്ലാവരും ജീവിക്കുന്നത്. ആ മുഖംമൂടി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് കുടുംബത്താണ്. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം.